നമസ്കാരം. നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോ. ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസുകളിൽ പോകണമെങ്കിലും നമ്മൾ ആട്ടോ വിളിച്ചു പോയാൽ അവർ ഏത് ഊടുവഴി കൂടെയെങ്കിലും നമ്മളെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യും. അതായിരുന്നു ഓട്ടോക്കാരുടെ ഒരു പതിവ് രീതി. പക്ഷേ ഇപ്പോൾ കൊല്ലം നഗരത്തിൽ ഓട്ടോകൾക്ക് അമിത ചാർജ് ഈടാക്കുന്നതായാണ് പരാതി വന്നിരിക്കുന്നത്. ഇങ്ങനെ സഫാരിക്കാരെ പിഴിയാമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യവും. പാവപ്പെട്ടവന്റെ രഥമെന്നാണ് പൊതുവെ ഓട്ടോറിക്ഷയെ നമ്മൾ പറയുന്നത്. കുതിര സഫാരിയും കാളസഫാരിയും സൈക്കിൾ റിക്ഷ സഫാരിക്കും ശേഷമാണ് ഓട്ടോ സഫാരി എത്തുന്നത്. എന്നാൽ ഇന്ന് ഓട്ടോ സഫാരി അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. നമുക്ക് കൊല്ലം നഗരത്തെ ഓട്ടോ സഫാരി എന്താണ്, എങ്ങനെയാണ് എന്ന് ഒന്ന് നോക്കാം. കൊല്ലം നഗരത്തിൽ ഓട്ടോ സഫാരി എന്നാൽ കയ്യിലുള്ള പോക്കറ്റ് കാലിയാകും എന്നാണ് ഇപ്പോൾ അർത്ഥമാക്കുന്നത്. കഴുത്തറപ്പൻ കൂലിയാണ് ഇവിടെ ഓട്ടോ തൊഴിലാളികൾ യാത്ര ചെയ്യുവാൻ എത്തുന്നവരിൽ നിന്നും ഈടാക്കുന്നതും. ചിന്നക്കട പരിധിയിൽ വരുന്ന മിക്ക സ്റ്റാൻഡുകളിലും ചെറിയ ഓട്ടത്തിന് പോലും അമിത ചാർജാണ് ഓട്ടോ തൊഴിലാളികൾ സാധാരണക്കാരായ ജനങ്ങൾ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കെതിരെ ഭീഷണിപ്പെടുത്തലും കയ്യേറ്റവും കൂടിക്കൂടി വരികയുമാണ്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും യാത്രക്കാർ പരാതിയും പറയുന്നുണ്ട്. നരസിംഹത്തിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധം മീശ മേലേക്ക് പിരിച്ച് ഷർട്ടിന്റെ കോളറിൽ പിടിച്ചുയർത്തി "നീ ആരാടാ ഞങ്ങളോട് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങളോട് വിലപേശാൻ" എന്ന വണ്ണമാണ് ഓട്ടോ തൊഴിലാളികൾ യാത്രക്കാരായ യുവാക്കളോട് പെരുമാറുന്നതും. ഈയിടയ്ക്കാണ് തമ്പാനൂരിൽ ഒരു സംഭവം നടന്നത്. തമ്പാനൂരിൽ നിന്നും ഭാര്യയോടൊപ്പം എത്തിയ മധ്യവയസ്കനെ ഓട്ടോ ചാർജിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ യാത്രാമധ്യേ ഇറക്കിവിട്ടത് വലിയ ഒരു വാർത്തയായിരുന്നു. ഓട്ടോ ചാർജിന്റെ പേരിൽ ഗുണ്ടാ വിളയാട്ടമാണ് നടത്തുന്നത് എന്നാണ് ഇവർക്കെതിരെ ഉയരുന്ന ആക്ഷേപവും. യാത്രാ നിരക്ക് തിരിച്ചറിയാനാകുന്ന വിധത്തിൽ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിയമം നിലനിൽക്കവേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഓട്ടോ ഡ്രൈവർമാർ കൊല്ലം നഗരപരിധിയിൽ വിലസുന്നത്. പുതുക്കിയ നിരക്കനുസരിച്ച് 1.5 കിലോമീറ്ററിന് 30 രൂപയാണ് ഈടാക്കേണ്ടത് എങ്കിൽ ഇവിടെ 1/2 കിലോമീറ്ററിന് 70 രൂപ മുതൽ 100 രൂപ വരെയാണ് യാത്രക്കാരിൽ നിന്നും ഇവർ പിടിച്ചു പറിക്കുന്നത്. ഈ ലംഘനത്തിനെതിരെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരാകട്ടെ യാതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടുമാണ്. ചിന്നക്കട നഗരപരിധിയിൽ വരുന്ന ഓരോ ഓട്ടോ സ്റ്റാൻഡിലും ഡ്രൈവർമാർ ഇതേ ചാർജ് തന്നെയാണ് ഈടാക്കുന്നത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന പരാതികൾ. പകൽ സമയങ്ങളിൽ 70 മുതൽ 100 രൂപ വരെയാണെങ്കിൽ രാത്രിയിൽ ഇതിൻ്റെ ഇരട്ടിയാണ് യാത്രക്കാരുടെ കൈകളിൽ നിന്നും ഇവർ പിടിച്ചു പറിക്കുന്നതും. അതുമാത്രമല്ല, മീറ്റർ നിരക്ക് മാത്രമല്ല റിട്ടേൺ ചാർജും കൂട്ടി ചേർത്താണ് യാത്രാക്കൂലി ഈടാക്കുന്നത് എന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ അവകാശവാദവും. അതും പോട്ടെ, പല ഓട്ടോ ഡ്രൈവർമാരും മീറ്റർ പ്രവർത്തിപ്പിക്കാതെയാണ് കൊല്ലം നഗരപരിധിയിൽ സഫാരി നടത്തുന്നതും. മീറ്റർ കൃത്യമായി പ്രവർത്തിപ്പിക്കാത്തവരുടെ ലൈസൻസും പെർമിറ്റും റദ്ദാക്കുമെന്ന നിയമം നിലനിൽക്കവേ ഓട്ടോ ഡ്രൈവർമാരുടെ ഗുണ്ടാവിളയാട്ടം നിലനിൽക്കുന്നതിനാൽ രേഖാമൂലം പരാതി നൽകുവാൻ യാത്രക്കാർ ഇപ്പോൾ വിസമ്മതിക്കുകയാണ്. എന്തുവായാലും ഇത് യാത്രക്കാരെ വലയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ്.